ഹലോ ഫ്രണ്ട്സ്, RJ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം മേസാനയിലുള്ള ഫൺ ബ്ലാസ്റ്റ് എന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. ഇന്നത്തെ സായന്തനം മനോഹരമാക്കാൻ വേണ്ടി ഞാനും നമ്മുടെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ടാണ് ഇന്നത്തെ ഫൺ ബ്ലാസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഫൺ ബ്ലാസ്റ്റ് എന്നത് ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിമുകൾ സമ്പൽ സമൃദ്ധമായ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഡിമാർട്ടിൻ്റെ അടുത്തുള്ള ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫുൾ ടൈം ഓപ്പണിംഗ് ആണ്. എന്നാൽ ഈവനിങ് ആണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വരുമ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിന്റെ എൻട്രൻസ് തന്നെ എൻട്രി ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കടന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ആൾറെഡി വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മൾ അകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള കളിക്കാനും എൻജോയ്മെന്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയതുകൊണ്ട് തന്നെ ഈവനിങ്ങുകൾ ഇവിടെ എന്നും തിരക്കും തന്നെയാണ്. ഏതൊരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ കാർഡ് റീചാർജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കാർഡ് റീചാർജ് ചെയ്ത് നേരെ അകത്തേക്ക് പോകണം. കൃത്യമായി വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങൾക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു രീതിയിൽ ഇതിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൺ ബ്ലാസ്റ്റിൻ്റെ അകത്തുള്ള ഒരു കാഴ്ചകൾ. ഇവിടുത്തെ ഇൻഡോർ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തതാണ്. ഇവിടുത്തെ കാർ റൈഡിങ്, ബൈക്ക് റൈഡിങ്, ഹാമറിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഓടിച്ചാടി കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാൽ ഇവിടെ കംപ്ലീറ്റ്ലി പാക്കഡാണ്. നമ്മുടെ കുട്ടികളായ നിദ്രൂട്ടനെ യോഗനെ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെല്ലാം കൂടി അവരെയും കൂട്ടി അവരുടേതായ ലോകത്തേക്ക് പോയപ്പോൾ ഞാനും ആനന്ദം ജ്യോതിയും കൂടി നമ്മൾ വേറേതായ ലോകത്തേക്ക് പോവുമായിരുന്നു. അതിനിടയിൽ ജ്യോതി ആനന്ദം കൂടി നമ്മളെ ബലൂൺ വെടിവെക്കാനുള്ള പരിപാടിയായിരുന്നു. അതിനുള്ള തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങി അവരുടേതായ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് മക്കളെ, യുദ്ധം. കുട്ടികളൊക്കെ കളിച്ച് അർമാദിച്ച് നടക്കുന്ന സമയത്ത് നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഞാൻ ആനന്ദം കൂടി ഒന്ന് പുറത്തേക്ക് ഒരു വാക്കിനിറങ്ങിയത്. ആ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ പുറത്തും ഒരുപാട് ഐറ്റംസ് അവിടെ നമ്മൾ കാണാൻ സാധിച്ചായിരുന്നു. കാർ റേസിങ്, അതുപോലെ തന്നെ ഊഞ്ഞാലാടൽ, സൈക്കിൾ റൈഡിങ്, അങ്ങനെ ഒരുപാട്. Needs to be paid with blood or some sort of pain. You caused a permanent stain which has determined your fate. I've never seen so clear. I feel the end and it's near. The day of reckoning's here. The sound of death and fear. ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടാതെ ഇവിടെയുള്ള വാൾ പെയിൻറ്റിങ്ങും കാര്യങ്ങൾക്ക് നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യാനും വീഡിയോ എടുക്കുമ്പോഴേക്കും അതിമനോഹരമായിട്ടാണ് എനിക്ക് ഫീൽ. അതുകൊണ്ട് നമ്മൾ അവിടെ നടന്നും ഇരുന്നും കളിച്ചൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഔട്ട്ഡോർ ഏരിയയൊക്കെ കറങ്ങി ഒന്ന് ഇൻഡോറിലേക്ക് വീണ്ടും വന്നപ്പോൾ ഇതിനായിട്ട് ഇതാ ഹാമർ എടുത്ത് ആരോ തല്ലാൻ പോവുകയാണ്. പിന്നെയാണ് മനസ്സിലത് ഹാമറിങ് ആയിരുന്നെന്ന്. അതിൻ്റെ കൂടെ നിദ്രൂട്ടിന് അടിക്കണമെന്ന് ഒരേ വാശിയായിരുന്നു. പക്ഷേങ്കിൽ കുട്ടികൾക്ക് കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയാണ് നമ്മൾ. എന്നാൽ നിദ്രൂട്ടിൻ്റെ വീടിന്ന് നിദ്രേട്ടനെ അടിച്ചതിന് ശേഷം വീണ്ടും ഒറ്റയ്ക്ക് കൊണ്ടുപോയി നിദ്രൂട്ടിനെ അടിക്കാനുള്ള അവൻ്റെ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ആനന്ദം ഒന്ന് ട്രൈ ഒക്കെ ചെയ്തു. എന്നും തൻ്റെ ഉയർച്ച താഴ്ചകൾക്ക് ആത്മവിശ്വാസം പകർത്തിയ ആശാനി മനസ്സിൽ വിചാരിച്ച് എല്ലാ ഊർജ്ജഭാവങ്ങളും ആവാഹിച്ചെടുത്ത് ആനന്ദ് അങ്ങ് നീട്ടി അടിക്കാണ്. മെഷീൻ്റെ ലൈറ്റൊക്കെ ഇത് ജൽ 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 എന്നായിട്ട് കത്തി മിന്നിയാണ്. നമ്മൾ വിചാരിച്ചത് പോയിന്ന്. അത്രയ്ക്ക് ഊർജ്ജമായിരുന്നു ആനന്ദിൻ്റെ അടികൊണ്ടായിരുന്നത്. വാവ്! പിന്നീട് ഞാനും ആനന്ദം കൂടി ഒന്നുകൂടി നമ്മുടെ ഫൺ ബ്ലാസ്റ്റിൻ്റെ ഇൻറ്റീരിയർ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങി കണ്ടു നടന്നു. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയയിലേക്ക് ഒന്ന് പോയി അതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിരുന്നു. ഓരോ സെക്ഷനും നല്ല മനോഹരമായി നീറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്തതും അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഔട്ട്ഡോർ ഏരിയയിലേക്ക് പോയപ്പോഴേക്കും നിദ്രൂടന് ഒരുപാട് കളിസ്ഥലം കിട്ടിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ നിദ്രൂടനെ യോഗിനിയും കൂട്ടിയിട്ട് മോട്ടെ നമ്മുടെ ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു. അങ്ങനെ കളിക്കുന്ന ട്രെയിനിൽ കയറി അവരവരെ സന്തോഷത്തിലായിരുന്നു.
ഇത്രയും നേരം കുട്ടികളുടെ കലാപരിപാടിയായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ മുതിർന്നവരുടെ കലാപരിപാടികളാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കൂടെയുള്ള ലേഡീസിന് വേണ്ടി ഒരു സൈക്കിൾ റൈഡിന് ടിക്കറ്റും കാര്യങ്ങളും എടുത്തു. അങ്ങനെ സൈക്കിൾ റൈഡ് നടത്താൻ വേണ്ടി പോവാണ്. ആദ്യം അതിന് പോയത് ജ്യോതിയായിരുന്നു. എൻ്റെ അമ്മേ കാത്തോളണി എന്ന് പറഞ്ഞ് ജ്യോതി ഇതാ സൈക്കിൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും ചില ഭയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ഓരോരുത്തരെയും സൈക്കിൾ റൈഡ് പറഞ്ഞു വിടുകയായിരുന്നു. അതിനിടയിൽ പൂജയും ശ്രീദേവിയൊക്കെ വന്ന് പറഞ്ഞു നമുക്ക് ലൈസൻസ് ഇല്ല, നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തമാശ രീതിയിലാണെങ്കിലും നമ്മൾ അവരെ നിർബന്ധിച്ച് കയറ്റി വിട്ടു. അങ്ങനെ ജീവനും കൊണ്ട് അവർ റൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് എന്ത് പറഞ്ഞാലും നല്ല മനോഹരമായിരുന്നു ഈ ഒരു അനുഭവം എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തുണ്ട് എക്സ്പീരിയൻസ്? കണ്ണുകൂട്ടി പഠിക്കുന്നുണ്ടല്ലോ. എല്ലാവരും സൈക്കിൾ റൈഡ് പോയപ്പോൾ നിദ്രൂട്ടിന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ കുട്ടികളായതുകൊണ്ട് അവരെ അതിന് അനുമതിച്ചില്ല. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ്. നിദ്രൂട്ട് ചെറിയ പിണക്കൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ പിണക്കം മാറ്റി നമ്മളിതാ ഇന്നത്തെ സായന്തനം ഇവിടെ മനോഹരമാക്കി ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.